ഇന്ത്യ മഹാരാജ്യം ഉയർച്ചയിലേക്കാണ്. നമ്മുടെ എല്ലാ മേഖലകളും വളരുകയാണ്. രാജ്യത്തിനൊപ്പം നമ്മൾ രാജ്യസ്നേഹികളുടെ അഭിമാനവും വാനോളമാണ്. രാജ്യം പുതിയ ഒരു വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. വളച്ചു കെട്ടുന്നില്ല, നേരെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഗഗൻയാൻ പദ്ധതിയിലാണ് നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അഥവാ നമ്മുടെ ISRO ഗഗൻയാൻ ദൗത്യത്തിനായി ഉപയോഗിക്കുന്ന ക്രൂ മൊഡ്യൂളിന്റെ അഥവാ ഈ ബഹിരാകാശ യാത്രയിൽ ആളുകൾ ഇരിക്കുന്ന പേടകത്തിന്റെ പാരച്യൂട്ടുകളുടെ പരീക്ഷണം വിജയകരമായി നടത്തിയിരിക്കുകയാണ്. നവംബർ 3 ഝാൻസിയിലെ ബാബിന ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ വെച്ചായിരുന്നു ക്രൂ മൊഡ്യൂളിന്റെ പ്രധാന പാരച്യൂട്ടുകളുടെ വിജയകരമായ പരീക്ഷണം അരങ്ങേറിയത്. ഇതാണോ ഇത്ര വലിയ കാര്യമെന്ന് ചിന്തിക്കുന്നവരോടായി പറയാം, ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. ആളുകളെ ബഹിരാകാശത്തേക്കും തിരികെ ഭൂമിയിലേക്കും വഹിച്ചു പറക്കുന്ന ക്രൂ മൊഡ്യൂളിന്റെ ഭൂമിയിലേക്കുള്ള സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കുന്നതിന് അത്യാവശ്യമായ സങ്കീർണമായ ഒരു പാരച്യൂട്ട് സംവിധാനമാണ് ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത്. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ശ്രമമാണ് ഇതെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. 3 അംഗ സംഘത്തെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ 3 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി സുരക്ഷിതമായി മടങ്ങാനുള്ള പദ്ധതികളുണ്ട്. ഈ ചരിത്രപരമായ പറക്കലിനുള്ള തയ്യാറെടുപ്പിനായി മനുഷ്യ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ, ഓർബിറ്റൽ മൊഡ്യൂൾ, ക്രൂ എസ്കേപ്പ് സിസ്റ്റം തുടങ്ങിയ എല്ലാ നിർണായക ഉപസിസ്റ്റവും ISRO കർശനമായി പരീക്ഷിച്ചു വരികയാണ്. അതായത് എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ മൊഡ്യൂളിനുള്ളിൽ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളെയും പരീക്ഷിച്ചു വരികയാണ് എന്നതാണ് അർത്ഥം. ഇതിപ്പോ പരീക്ഷണങ്ങളുടെ തുടക്കഘട്ടമായതുകൊണ്ട് തന്നെ ഈ പ്രാഥമിക ഘട്ടത്തിൽ എല്ലാ സുരക്ഷയും വീണ്ടെടുക്കൽ സംവിധാനങ്ങളും അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ വിശ്വസനീയമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ആളിനെ വഹിക്കാതെയുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഗഗൻയാനിലെ പാരച്യൂട്ടിനെ കുറിച്ച് സംസാരിക്കാം. ഗഗൻയാൻ ക്രൂ മൊഡ്യൂളിനായുള്ള പാരച്യൂട്ട് സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ പാരച്യൂട്ട് ഒരു മൾട്ടി സ്റ്റെപ്പ് വിന്യാസ ശ്രേണിയിലൂടെ പ്രവർത്തിപ്പിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 4 വ്യത്യസ്ത തരം 10 പാരച്യൂട്ടുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. പാരച്യൂട്ട് കമ്പാർട്ട്മെന്റിന്റെ സംരക്ഷണ കവർ നീക്കം ചെയ്യുന്ന 2 അപെക്സ് കവർ സെപ്പറേഷൻ പാരച്യൂട്ടുകൾ ഉപയോഗിച്ചാണ് തിരികെ ഇറക്കൽ സപ്പോർട്ട് ചെയ്യുന്നത്. തുടർന്ന് 2 ഡ്രോപ്പ് പാരച്യൂട്ടുകൾ പ്രവർത്തിപ്പിക്കും. ഇവയുടെ പ്രധാന പ്രവർത്തനം എന്തെന്നാൽ വേഗത്തിൽ ഇറങ്ങുന്ന മൊഡ്യൂളിനെ സ്ഥിരപ്പെടുത്തുകയും അതിന്റെ പ്രാരംഭ വേഗത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ്. അതായത് മനുഷ്യരെയും വഹിച്ച് തിരികെ ഭൂമിയിലേക്ക് വരുന്ന ക്രൂ മൊഡ്യൂളിനെ പരമാവധി നിയന്ത്രിച്ച് താഴെ ഭൂമിയിൽ എത്തിക്കുക എന്നതാണ്. ഡ്രോഗുകൾ അവയുടെ റോൾ പൂർത്തിയാക്കിയ ശേഷം 3 പൈലറ്റ് പാരച്യൂട്ടുകൾ പുറത്തിറങ്ങുന്നു. അവസാന ഇറക്കഘട്ടത്തിൽ ക്രൂ മൊഡ്യൂളിനെ മന്ദഗതിയിലാക്കുന്ന 3 കൂറ്റൻ പ്രധാന പാരച്യൂട്ടുകൾ ഈ പൈലറ്റുമാർ വേർതിരിച്ചെടുക്കുന്നു എന്നതാണ്. ഇത് നിയന്ത്രിത ടച്ച് ഡൗണിന് അനുവദിക്കുന്നു. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ തൊടുമ്പോൾ വന്ന് ഇടിച്ചിറങ്ങുന്ന ആഘാതം കുറയ്ക്കുന്നതിനാണ് ഈ പാരച്യൂട്ടുകൾ ഉപയോഗിക്കുന്നത്. സുരക്ഷിതമായ ലാൻഡിങ്ങിന് 3 പ്രധാന പാരച്യൂട്ടുകളിൽ 2 മാത്രമേ ശരിക്കും ആവശ്യമുള്ളൂ കേട്ടോ. ദൗത്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് പാരച്യൂട്ടുകളുടെ എണ്ണം ഇവിടെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 2.5 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ IL-76 വിമാനം ഉപയോഗിച്ചാണ് ഈ പരീക്ഷണം നടത്തിയത്. ഈ IL-76 വിമാനത്തിൽ ഈ ക്രൂ മൊഡ്യൂൾ ആകാശത്ത് കൊണ്ടുപോയതിനു ശേഷം അവിടെ നിന്നും എയർ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു. അതായത് താഴേക്ക് ഇടുകയായിരുന്നു.